സമയം 3 മണി. 3 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വ്ളോഗായിട്ട് ഇട്ടിട്ടുള്ള വെള്ളനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ്. അപ്പോൾ ഇന്ന് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അവിടെ ഉത്സവത്തിന് പോകുന്നത്. ഞാനിപ്പോൾ നേരെ പോകുന്നത് അപർണ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അന്നത്തെ ആ വ്ളോഗിലുണ്ടായിരുന്നത്. അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് ബസ്സെല്ലാം കിട്ടി ഞാൻ നേരെ സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറി ചേച്ചിയുടെ വീട്ടിലെത്തി. റൂമിലൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് തുണികൾ കിടപ്പുണ്ടായിരുന്നു. സംഭവം ചേച്ചി ഇവിടെ അല്ല നിന്ന് പഠിക്കുന്നത്, ചേച്ചി TTC പഠിക്കുകയാണ്, വേറെ സ്ഥലത്ത് നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. മുകളിലാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് രാവിലെ താഴെ പോയി കിടക്കാമെന്ന്. കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറി. എൻ്റെ വീട്ടിലെ സ്ലാബ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ്. അത് മാത്രമല്ല ഗ്യാസ് സ്റ്റവ് അതിനനുസരിച്ച് ഹൈറ്റ് വരും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഗ്യാസ് ഓഫാക്കാൻ പറഞ്ഞപ്പോൾ സൈഡിലത്തെ സംഭവത്തിൽ കയറിയാണ് ഞാൻ പിടിച്ചത്. കൈയൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കുടിച്ച് കേക്കും കഴിച്ച് ഞങ്ങൾ നേരെ സോറോയുടെ അടുത്തേക്ക് പോയി. സോറോനെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ആ വ്ളോഗ് കണ്ടേ. ഞാൻ ഇവിടെ സൈഡിൽ വീഡിയോ കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന ആളാണ് ഇത് ഇപ്പോൾ വളർന്ന് ഇത്രയും വലിയ കുട്ടിപ്പിനെ ഇരിക്കുന്നത്. അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീട്ടിലെ വളർത്തുന്ന ഒരു മൃഗത്തിനോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഫാമിലിയെ കാണുന്നത്. അവർ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് സോറോനെ കാണുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി. കുറേ നേരം സംസാരിച്ചിരുന്നു. എന്നിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്കിൾ സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ടാക്കുമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട്. കുറച്ച് ദൂരം ഉണ്ട്. അങ്ങനെ അവിടെ നടന്ന് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. ചേച്ചി ആരോടും കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിന് അവിടെ എത്തി. ഇത് തൂക്കത്തിനുള്ള സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ എത്തിയപ്പോൾ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. ചേച്ചി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും തിരക്ക് കുറവായിരുന്നു കേട്ടോ ഇന്ന്. 2ാമത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ്. അടുത്ത പരിപാടി എന്താ, നേരെ ഫുഡ് കഴിക്കാൻ പോവുക. ആദ്യം തന്നെ പാനിപ്പൂരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ദൃശ്യം നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഓർമ്മ കാണും. ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ആ ചേച്ചിയാണ് ഈ ചേച്ചി. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാനിപ്പൂരി ആയിരുന്നു. പിന്നെ ഞങ്ങൾ പഴയകാല മിഠായി വിൽക്കുന്ന ഒരു കടയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ന്യൂസ്റ്റു അടിച്ചു. ഞാൻ എൻ്റെ കണ്ണ് ആദ്യമേ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുളിമിഠായിയുടെ അടുത്തേക്കാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം വാങ്ങി നേരെ അടുത്ത് പോയത് കോളിഫ്ലവർ കഴിക്കാനായിരുന്നു കേട്ടോ. അതും അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ കോളിഫ്ലവർ ഒന്നും കഴിക്കാറില്ല ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ. ഓൺലി പാനിപ്പൂരി. ഞാൻ എൻ്റെ ടൂറിൻ്റെ വീഡിയോയിൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പാനിപ്പൂരി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത്, പാനിപ്പൂരി പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ ദൂരം നടന്നു. പിന്നെ അടുത്ത് വീണ്ടും പോയത് കുലുക്കി സർബത്ത് കുടിക്കാനായിരുന്നു. ന്യൂ ഇയർ വ്ളോഗിൽ ആഴിമലയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ബൂസ്റ്റിൻ്റെ കുലുക്കി സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ പ്രതീക്ഷയിൽ ഇവിടെ വന്ന് ബൂസ്റ്റിൻ്റെ കുലുക്കി സർബത്ത് വാങ്ങിയത്. പക്ഷെ അതെന്നെ നിരാശപ്പെടുത്തി ഗീസ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പാലിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കുലുക്കി തന്ന പോലെ തോന്നി. അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് വീണ്ടും പാനിപ്പൂരി കഴിക്കാനാണ്. ഈ നിൽക്കുന്ന ചേട്ടനായിരുന്നു ഞങ്ങൾക്ക് പാനിപ്പൂരി സ്പോൺസർ ചെയ്തത്. അതിനിടയ്ക്ക് പാനിപ്പൂരി ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്നും പറഞ്ഞിട്ട് പാനിപ്പൂരി കടിച്ച് തിന്നുന്ന ഒരാളെയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ പറയും വായിൽ മൊത്തത്തോടെ ഇടാനും ചെയ്യണത്. അത് കടിക്കുകയും ചെയ്തതല്ല, ബാക്കിയുള്ള വെള്ളം ഒഴിച്ചളയുകയും ചെയ്തു. അതിൻ്റെ നമ്മൾ അപർണ ചേച്ചി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പക്ഷേ നേരത്തെ കഴിച്ചേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ പാനിപ്പൂരിക്ക്. അങ്ങനെ പാനിപ്പൂരിയും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുറേ ദൂരം നടന്നു. നിങ്ങളൊക്കെ ഞങ്ങൾ ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്നില്ല, ഞങ്ങൾ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, എന്നിട്ടാണ് വന്ന് ഫുഡ് അടിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ അമ്മയ്ക്ക് ഒരു കമ്മൽ വാങ്ങണമായിരുന്നു. ആ ചേട്ടനൊരു കമ്മൽ വാങ്ങി. പിന്നെ ചേച്ചിക്ക് ഒരു കമ്മൽ വാങ്ങണമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു കമ്മൽ വാങ്ങണമായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി കുറച്ച് നേരം ഇവിടെ നിന്നപ്പോൾ ഘോഷയാത്ര വന്നു. പിന്നെ കുറേ നേരം അത് കണ്ടു നിന്നു.
ഘോഷയാത്രയും കണ്ട് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. ഇത് ലാസ്റ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അടുത്ത് നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോയുടെ ഇടയിൽ കാക്കയുടെയും കോഴിയുടെ എല്ലാത്തിൻ്റെയും ശബ്ദം കാണും. സോറി ഗീസ്, അതൊന്നും സമ്മതിക്കുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇത്തവണ ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ പോലെയല്ല, ഇന്ന് ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇന്ന് തൂക്കമുള്ള ദിവസമാണല്ലോ, അപ്പം നല്ല തിരക്ക് കാണുമെന്നാണ് ചേച്ചി പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തൂക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടല്ലോ ഇത്രയും ആൾക്കാരാണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഇതിൻ്റെ പകുതിയുടെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാർ. പിന്നെ ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ വീണ്ടും നടത്താൻ തുടങ്ങി. അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. പിന്നെ അടുത്ത ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ തൂക്കം വരുന്നത് കണ്ടു. തൂക്കം ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് കേട്ടോ കണ്ടത്. ഞാൻ സൂം ചെയ്തെടുത്ത വീഡിയോ ആണ്. തൂക്കം ബാക്കിൽ നിന്നാണ് കണ്ടത്, ഫ്രണ്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയത് പഴയകാല മിഠായി ഉള്ള പഴയകാല മിഠായി വിൽക്കുന്ന കടയിലേക്കാണ് വീണ്ടും പോയത്. ഇന്നലെ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് പോയപ്പോൾ വാങ്ങി. വീണ്ടും ഞങ്ങൾ പോയത് ഇന്നലത്തെ കുലുക്കി അടിച്ച ആ ചേട്ടൻ്റെ അടുത്തേക്കാണ്. അവിടുന്ന് ഞങ്ങൾ ഇത്തവണ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു കുലുക്കിയാണ് കേട്ടോ വാങ്ങി. അതും ഫ്ലോപ്പായി പോയി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, പക്ഷെ കുലുക്കിയിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ നടത്തായിരുന്നു. അതിനിടയ്ക്ക് ഈ സ്പ്രേയും സെൻറ്റൊക്കെ കൊടുക്കുന്നൊരു കടയുടെ അവിടെ ചെന്നു. ചേച്ചി അത് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആ ചേട്ടൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ തൊട്ടപ്പോൾ ഞങ്ങൾക്ക് കയ്യിൽ തേച്ച് തന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നി. പിന്നെ ചേച്ചി എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. പിന്നെ തൂക്കം അടുത്ത് നിന്ന് കണ്ടു കേട്ടോ. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ തൂക്കത്തിനൊക്കെ ഇരുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എൻ്റെ തൂക്കത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കാട്ടാക്കട ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അതും കണ്ടു നിന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് ലൈം കുടിക്കാൻ വേണ്ടിയാണ്. ഡ്രിങ്ക്സ് ആയിരുന്നു പ്ലാനിൽ, പക്ഷെ ലൈമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ ലൈമെല്ലാം കുടിച്ച് ചോളം വാങ്ങാൻ വേണ്ടി പോയി. ചോളത്തിൻ്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. ചോളം കൊള്ളാം, പക്ഷേ ഗൂഗിൾ പേ എന്ത് ചെയ്താൽ വർക്കാവുന്നില്ല അവിടെ. ഞങ്ങൾ കുറേ നേരം നോക്കി. എൻ്റെ അക്കൗണ്ടിലെ പൈസ ഒരു ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു, കാരണം എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ചോളമൊക്കെ വാങ്ങി ഞങ്ങളിന്ന് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി, കാരണം അവിടെ നല്ല തിരക്കായിട്ട് നിൽക്കാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഓട്ടോയിൽ തിരിച്ചു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഉത്സവത്തിൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അതുകൂടാതെ നാളെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അതാരും കാണാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.